ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇലക്ഷൻ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് അല്ലെ വോട്ടർ ഐ ഡി കാർഡിനെ പറ്റി ചിന്തിക്കുന്നത് പലപ്പോഴും ഇലക്ഷൻ ആവുന്ന സമയത്ത് മാത്രമാണ്. ഒന്നെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടർ ഐ ഡി കാർഡിൽ അഡ്രസ് ചേഞ്ച് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇപ്പോൾ SIR എനുമറേഷൻ നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഐ ഡി കാർഡിനെ പറ്റി ചിന്തിക്കുക. കാരണം ബാക്കി ഒരു ആവശ്യം നമ്മൾ ഈ ഐ ഡി കാർഡ് യൂസ് ചെയ്യാറില്ല. സോ ബേസിക്കലി നമുക്കിപ്പം ഈ ഹാർഡ് കോപ്പിക്ക് പകരം ഇതിന്റെ ഡിജിറ്റൽ വേർഷൻ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എപ്പോൾ ആവശ്യം വന്നാലും നമുക്കത് റെഡി റെഗ്നറായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിനുവേണ്ടി നമുക്ക് ഡിജിറ്റൽ വേർഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഇൻഫർമേഷൻ എന്തെങ്കിലും സംശയമുള്ളവർ മറക്കാതെ കമന്റ് ചെയ്യുക. അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വോട്ടർ സർവീസ് പോർട്ടലിനകത്ത് പോയി കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വോട്ടർ സർവീസ് പോർട്ടലിൽ നിന്ന് പോയി ഈ ഒരു സൈറ്റിലേക്കായിരിക്കും വരിക. ഇവിടെ നിങ്ങൾ താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ EPIC ഡൗൺലോഡ്, അതായത് ഇലക്ട്രോണിക് ഇലക്ഷൻ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് ഡൗൺലോഡ്. ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇലക്ഷൻ ഫോട്ടോ ഐ ഡി കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറയും. നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇലക്ഷൻ ഫോട്ടോ ഐ ഡി കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തന്നിരിക്കുന്ന ക്യാപ്ച എന്താണോ ആ ക്യാപ്ച അതേപടി എൻ്റർ ചെയ്ത് കൊടുക്കാം. ക്യാപ്ച അതേപടി എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ റിക്വസ്റ്റ് OTP ആ കറസ്പോണ്ടിങ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. സോ വരുന്ന OTP എന്താണ്? ആ OTP കൃത്യമായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാം. കൊടുക്കുക വെരിഫൈ ആൻഡ് ലോഗിൻ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജിലേക്കായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് അപ്പോൾ അവർ നിങ്ങളോട് ആവശ്യപ്പെടുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ ഇലക്ഷൻ ഫോട്ടോ ഐ ഡി കാർഡ് നമ്പർ അല്ലെങ്കിൽ ഫോം റെഫറൻസ് നമ്പർ. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ അപ്പോൾ ഓൺലൈനായി നിങ്ങളിപ്പം എന്താ പറയുക, നിങ്ങൾ ആദ്യമായിട്ട് EPIC കാർഡ് ഫോർ എക്സാമ്പിൾ വോട്ടർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ EPIC കാർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോം റെഫറൻസ് നമ്പർ, അപ്പോൾ നിങ്ങളുടെ ഫോം റെഫറൻസ് നമ്പറെ കാണും, EPIC നമ്പർ ആയിട്ട് കാണുക. അങ്ങനത്തെ സാഹചര്യമാണ് ഉണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം ഇപ്പോൾ കൊടുക്കേണ്ടതെന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ അപ്പോൾ കൊടുക്കേണ്ടത് ഫോം റെഫറൻസ് നമ്പർ കൊടുക്കുക. അതല്ല നിങ്ങളുടെ ഫോട്ടോ ഐ ഡി കാർഡ് നമ്പർ ഉണ്ട്, അതിന്റെ ഓൺലൈൻ ഫോം ഈ ഡിജിറ്റൽ ഫോം ഡൗൺലോഡ് ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾ ഫോട്ടോ ഐ ഡി കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം. നിങ്ങളുടെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണോ വരുന്നത് സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. സെർച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇൻഫർമേഷൻസ് കാണാനായിട്ട് കാണും. ദ ഫെസിലിറ്റി ടു അപ്ഡേറ്റ്, ലൈക്ക് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ ഈ പറയപ്പെടുന്ന റെസ്പെക്റ്റീവ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP കൊടുക്കുക. അപ്പം നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഡൗൺലോഡ് ഇലക്ട്രോണിക് ഇലക്ഷൻ ഫോട്ടോ ഐ ഡി കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഇലക്ട്രോണിക് ഫോട്ടോ ഐ ഡി കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്കിത് കയ്യിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക.